Hello, welcome back to another episode of Siblings Vlogs. So, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വന്നിരിക്കുന്ന ഒരു Q&A തെറ്റിപ്പോയി ആദ്യം പറയാം 3, 2, 1 go. Hello, welcome back to another episode of Siblings Vlogs. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു Q&A സെഷൻ ആയിട്ടാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു Q&A. അപ്പൊ നമ്മൾ അതിന്റെ ആൻസേഴ്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. ഒത്തിരി പേര് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ Q&A ഇടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒത്തിരി പേര് ഹായ് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി പേര് നമ്മളെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി അറിയാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ എന്തായാലും ഒരു Q&A അവർ ഇട്ട് കളയാന്ന് ഓർത്തു. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് വന്നായിരുന്നു Q&A ചെയ്യാന്ന് വെച്ചിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ നമ്മളിപ്പോ ഇത്രയും ദിവസം കുറച്ച് ഗ്യാപ്പ് കിട്ടാണ് ഇപ്പൊ അടുത്ത വീഡിയോ നമ്മുടെ വന്നത്. വേറെ ഒന്നല്ല, നമ്മൾ Q&A ചെയ്തിട്ട് അടുത്ത വീഡിയോ ചെയ്യാന്നൊരു ഇതായിരുന്നു. എന്നാലും നമ്മൾ ഇടയ്ക്ക് ഒരു ഐസ് ക്യൂബിന്റെ വീഡിയോ ചെയ്തായിരുന്നു, അടിപൊളി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എല്ലാരും പറഞ്ഞു Q&A ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ എന്താ എന്തായാലും Q&A ചെയ്തിട്ട് എന്നെ ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാമെന്ന് ഓർത്തു. അപ്പൊ എന്തായാലും നമ്മൾ Q&A ആയിട്ട് വന്നേക്കാണ്. അപ്പൊ നമുക്ക് Q&A തകർത്ത് പൊളിക്കാല്ലേ. അപ്പൊ നമുക്ക് Q&Aയിലേക്ക് പോകാം ഗായ്സ്. അപ്പൊ നമ്മുടെ Q&A സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചേക്കുന്നത് മുഫ്ലിഹ ഷഹനക്ക് ഒരു ഹായ് ഉണ്ട്. എന്തായാലും മുഫ്ലിഹ ഷഹന ഹായ്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് സെൽഫ് ഇൻട്രൊഡ്യൂസ് പ്ലീസ് ആൻഡ് ഗീവ് അവേ എന്നാണ് പറഞ്ഞേക്കുന്നത്. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യോ. എന്റെ പേര് ജസ്ന. എന്റെ പേര് സഫ്ന. ഓ അതൊക്കെ ഞങ്ങളുടെ പേര്. അപ്പൊ ഇപ്പൊ ലേറ്റ് ഇപ്പൊ ഒറ്റ വീഡിയോസ് നമ്മൾ അങ്ങനെ പറയാറൊന്നുമില്ല. പേരൊന്നും ഇങ്ങനെ എല്ലാരും കേട്ടിട്ട് ബോർ അടിക്കണ്ടല്ലോ നമ്മൾ പറയാത്ത മെയിൻ കാരണം. അപ്പൊ എല്ലാവരും ഓർത്ത് വെച്ചാൽ എന്റെ പേര് ജസ്ന, എന്റെ പേര് സഫ്ന. സോ അപ്പൊ പിന്നെ അടുത്ത അയാളെ പറഞ്ഞേക്കുന്നത് ഗീവ് അവേ പറഞ്ഞേക്കുന്നത്. ഗീവ് അവേ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഗീവ് അവേക്കുള്ള സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ളൂ. അപ്പൊ ഗീവ് അവേ ഇൻഷാല്ലാ നമുക്ക് എന്തായാലും ചെയ്യാം. ഒന്ന് സെറ്റ് ആവട്ടെ എന്തായാലും. ഞാൻ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഷിഫ കെ പി. യുവർ ഡാഡ് വേർ. തന്നെയാണ്. പക്ഷെ ആദ്യം പുറത്തായിരുന്നു, ഇപ്പൊ ഇവിടെ ഉണ്ട്. എന്തായാലും ഇപ്പൊ നാട്ടിൽ സെറ്റിൽ ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അതാരാണ് സൂഡ് എസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫേവറേറ്റ് ആക്ടർ, കളർ, എന്റെ പേര് പറയണം. ആസിയ ഷാഫി. ആസിയ ഷാഫിയാണ് ചോദിച്ചേക്കുന്നത്. ആസിയ ഷാഫിക്ക് ഹായ് ഉണ്ട്. ഫേവറേറ്റ് ആക്ടർ എന്ന് പറയുമ്പോ ടോവിനോ തോമസിന് ഇഷ്ടമാണ്. പിന്നെ എല്ലാ ലേറ്റസ്റ്റ് നടന്മാരൊക്കെ ഇഷ്ടമാണ്. നമുക്കങ്ങനെ ഫേവറേറ്റ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടം. കാരണം ഓരോ കളേഴ്സിനും അതിൻ്റെതായ ഭംഗി. ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നോർമലി ഇല്ലാത്ത കളറൊക്കെ എടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്ക് എല്ലാ കളേഴ്സും ഫേവറേറ്റ്. നമുക്ക് ഒരു കളർ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. നമുക്ക് ഇഷ്ടമാണ്. പിന്നെ അടുത്തത് നെക്സ്റ്റ് ഹസീന നവാം. നിങ്ങളിൽ ആരാണ് എൽഡർ, ആരാണ് യങ്ങർ? ഇത് ഭയങ്കര അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. കാരണം കൂടുതൽ നമ്മുടെ മിക്ക വീഡിയോസും ചോദിക്കുന്നത് ആരാണ് എൽഡർ, ആരാണ് യങ്ങർ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, ഇവളാണ് മൂത്തത്, ഞാൻ എൻ്റെ ഇളയത്. സോ ഞാനാണ് യങ്ങർ, ഇത് എൽഡറാണ്. പിന്നെന്താ അടുത്ത ക്വസ്റ്റ്യൻ? അവരുടെ വേറെ ക്വസ്റ്റ്യൻ. അവർ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കാണ് കേക്ക് ബിസിനസ്? കേക്ക് ബിസിനസ് ഒന്നും പറയാനില്ല. ജസ്റ്റ് കുക്ക് ചെയ്യണ്ടേ. ഇവളാണ് മെയിൻ ആയിട്ട് കുക്ക് ചെയ്യണം. നമുക്കറിയാം ഇതിനു മുമ്പ് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആദ്യം കുറെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവളാണ് മെയിൻ കുക്ക്. അപ്പൊ ജസ്റ്റ് അവള് കേക്ക് ഒക്കെ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ആരാണ് ഹസീന. ഓക്കെ. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. സിയ, നിങ്ങൾ സ്റ്റഡി ചെയ്യുവാണോ? അത് കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സ്റ്റഡി ചെയ്യുവാണോ? ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാം. ഞങ്ങൾ സ്റ്റഡി ചെയ്യുകയല്ല, ഞങ്ങൾ സ്റ്റഡിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ആരാണ് യൂട്യൂബ് ചാനലിന്റെ ഐഡിയ പറഞ്ഞത്? യൂട്യൂബ് ചാനലിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഞങ്ങൾ 2 പേരല്ല സത്യം പറഞ്ഞത്. ഇതിലൊരു 3ാമത് ഒരാളുണ്ട്. അത് സർപ്രൈസ് ആണ്. അപ്പൊ നമ്മൾ ആളെന്തായാലും വൈകാതെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ആ ആളാണ് യൂട്യൂബ് ചാനലിന്റെ ഐഡിയ പറഞ്ഞത്. നമ്മുടെ ബാക്കിൽ നിന്ന് എല്ലാത്തിനുള്ള നമുക്ക് സപ്പോർട്ട് മറ്റൊരാളുണ്ട് നമ്മുടെ ബാക്കിൽ. അപ്പൊ നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യും. നമുക്ക് പല ചലഞ്ചസും പറഞ്ഞു തന്നെ ഒരാളുണ്ട്. അപ്പൊ ആളാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇതിന്റെ മെയിൻ ആള്, അടിത്തറ എന്ന് പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ ആരും സത്യം പറഞ്ഞ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സിനിമ കാണാൻ മാത്രമാണ് ആദ്യം യൂട്യൂബ് യൂസ് ചെയ്തത്. ഞാൻ വ്ളോഗ്സും സത്യം പറയാലോ വ്ളോഗ്സും ഞാൻ കാണാറുണ്ടായിരുന്നില്ല. നമുക്ക് സപ്പോർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ അഡിക്റ്റഡ് എല്ലാ വ്ളോഗ്സും എല്ലാവരുടെയും മല്ലു ട്രാവൽസ് അങ്ങനെ ഒത്തിരി യൂട്യൂബേഴ്സിന്റെ ഭയങ്കര ഫാനാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ നമ്മ എല്ലാവരും വ്ളോഗ്സ്. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നത്തിൽ വന്നപ്പോ എങ്ങനെ ചെയ്യും എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സാധിക്കുന്നു തോന്നണം. ഭയങ്കരമായിട്ട് നമ്മള് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഇവിടെ എത്തിച്ചതാണ്. അപ്പൊ എന്തായാലും അതാണ് അടിത്തറ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നമ്മളോട് സബ്സ്ക്രൈബേഴ്സ് ഡു യു ഹാവ്? ഇത് നോർമൽ എല്ലാവരും ചോദിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ അത് വേറെ ഒന്നുമല്ല. നമുക്ക് അത്രയും അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും നമുക്ക് ഒരു 1000 അടുത്ത് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഗ്രോത്ത് മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. സോ ഞങ്ങളെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ. അത് തന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ, സബ്സ്ക്രൈബേഴ്സ് വാപ്പിച്ചിയും ഉമ്മച്ചിയും വീഡിയോയിൽ കാണിക്കോ? വാപ്പിച്ചിനും ഉമ്മച്ചിയും വീഡിയോയിൽ കാണിക്കാത്ത വാപ്പിച്ചിക്കും ഉമ്മച്ചിക്കും അങ്ങനെ താല്പര്യമില്ല കാണാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഹാൻഡ് ബർത്ത്ഡേക്കും കാണിക്കാനൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് കാണിക്കാത്തത്. പ്രശ്നത്തിൽ അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ കാണിക്കുന്നത്. ഞങ്ങളോട് സപ്പോർട്ടാണ് ചെയ്യാൻ ഞങ്ങളോട് യാതൊരു പ്രശ്നമില്ല. പക്ഷെ അവർക്ക് ഇഷ്ടമല്ല മുഖം കാണിക്കാൻ. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് കാണിക്കാത്തത്. പിന്നെ അടുത്തത് ആരാണ് ചോദിച്ചിരിക്കുന്നത്? ദിയ കേജ്. ഹായ്. അപ്പോ സബ്സ്ക്രൈബേഴ്സ് എത്ര പേരെന്ന് പറയാം. ഞാൻ ദിയ. ഇതന്നെ ദിയ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് 1500 അടുത്ത സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്കുള്ളതാണ്. നമ്മ ഹൈഡ് ചെയ്തിട്ടേക്കുന്നത് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ളൂ. അപ്പൊ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരോടും പറയാം, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പൊ ഇനി അടുത്തത് ഇനി അടുത്തത് ഇത് ലിയ. ഫേവറേറ്റ് കളർ ഏതാണ്? ലിയ ഫേവറേറ്റ് കളർ നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്ക് എല്ലാ കളറും ഭയങ്കര ഇഷ്ടമാണ്. ഒരു കളറിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. നമുക്ക് എല്ലാ കളറും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ കാര്യവും നമ്മൾ പറഞ്ഞായിരുന്നു. ഫാമിലി അവരെന്തായാലും അവര് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഒരു എന്തായാലും ഇൻഷാല്ലാ കാണിക്കുന്നതായിരിക്കും അവര്. പിന്നെ അടുത്തത് ബിരിയാണിയാണോ KFC ആണോ ഇഷ്ടം? നമുക്ക് ബിരിയാണിയും KFC വെച്ചിട്ട് ഏത് ഇഷ്ടം എന്ന് ചോദിക്കാൻ പാടില്ല. ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വരുമ്പോ നമ്മൾ KFC-യിലേക്ക് ആയിരിക്കും നമ്മുടെ ഭയപ്പെടുന്നത്. ബിരിയാണി നമ്മൾ വിട്ടുകളില്ല. അത് കഴിച്ചിട്ട് ഇത് കഴിക്കാൻ ബിരിയാണിനെ KFC-നെ വിഷമിപ്പിക്കുന്നില്ല. നമ്മൾ ആരും വിഷമിപ്പിക്കില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫാമിലി സപ്പോർട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നീന ചോദിച്ചിട്ടുണ്ട്. സോ കട്ട സപ്പോർട്ടാണ്. അവർ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഞങ്ങളുടെ ഫാമിലിയാണ്. പിന്നെ ഒത്തിരി പേര് എല്ലാവരും ഫസ്റ്റ് വീഡിയോ ലൈക്ക് കമന്റ് ഇടാണ് ഫസ്റ്റ് ലൈക്ക് ചെയ്തത്. അപ്പൊ ആ ടൈമിൽ ഞങ്ങളുടെ ഫാമിലിക്ക് ചിലപ്പോ എന്തെങ്കിലും കാണാൻ അസൗകര്യം നെറ്റിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോഴായിരിക്കും നിങ്ങൾക്കൊക്കെ കിട്ടുന്നത്. അടുത്തത് വ്ലോഗിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ ആരാണ് വഴക്കാളി? ഓ അത് അതൊന്നും ചോദിക്കാനൊന്നുമില്ല. ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ തന്നെ ഇടിയുണ്ടാക്കും, ഞാൻ തന്നെ സോൾവ് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. സോ റാണൂസ് വ്ലോഗ് ഹായ്. ഇനി അടുത്തത് നമ്മൾ ചോദിച്ചേക്കുന്നത് നിങ്ങൾ ഫേവറേറ്റ് പ്ലേസ്. സാന്ദ്രാമോളാണ് ചോദിച്ചേക്കുന്നത്. ഫേവറേറ്റ് പ്ലേസ് ഏതാ? ഫുഡ് ഏതാ? ഇസ ഇഹാൻ ആരുടെ ബേബീസ് ആണ്? രണ്ടുപേരും മാരീഡ് ആണോ? ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതൊക്കെയാണ് അറിയേണ്ടത്. അതൊക്കെ നമ്മൾ Q&A ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ആണ് ചോദിക്കുന്നത്. ഫേവറേറ്റ് പ്ലേസ് ആണ്. നമുക്ക് എല്ലാ പ്ലേസും ഇഷ്ടമാണ്. നമ്മൾ ആരും പ്ലേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് എനിക്ക് നല്ല മഞ്ഞൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എനിക്കിഷ്ടം. എനിക്ക് അവിടെ പോയി ഇങ്ങനെ ജീവിക്കാൻ എനിക്കിഷ്ടം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയാം. സ്നോസിലൊക്കെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. നിനക്കപ്പോ എവിടെയാണ് ഇഷ്ടം? എനിക്കും അതുപോലെയൊക്കെ തന്നെ. നമുക്ക് നല്ല തണുപ്പവും നല്ല സ്നോസ് ഉള്ള സ്ഥലമൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ഇൻഷാല്ലാ നമുക്ക് അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ പോയി വ്ലോഗ് ചെയ്യാം. എന്തായാലും ചെയ്തിരിക്കണം വ്ലോഗ്. പിന്നെ നമ്മളോട് ഇത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ തീർന്നില്ല. ഈസ ഇഹാൻ സാന്ദ്രമോളുടെ ഉണ്ടോ വായിച്ചോണ്ടിരിക്കുന്നത്. ഈസ ഇഹാൻ ആരുടെ ബേബീസ് ആണ്? ഈസ ഇഹാൻ എന്ന് പറയുമ്പോൾ ഈസ ഇവളുടെ ബേബിയാണ്, ഇഹാൻ എന്റെ ബേബിയാണ്.
ഇഹാൻ ബോയ് ഇസ് എ ഗേൾ ആണ്. അപ്പൊ ഇഹാന്റെ ബർത്ത്ഡേ ആയിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം സെലിബ്രേറ്റ് ചെയ്യും. 19th ഇസയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ രണ്ടുപേരും മാരിഡാണ്. സോ അപ്പൊ സാന്ദ്ര മോൾ, അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? സിബി ഷാബ്, നിങ്ങളുടെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഒരു ദിവസം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ആലുവയിൽ എവിടെയാണ് വരുന്നത്? ആലുവയിൽ എവിടെയാണ് എല്ലാം ചോദിക്കുന്നത്. നമ്മൾ ആലുവയിലെ വീഡിയോ ചെയ്ത് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ആലുവ ബേസ്ഡാണ് മനസ്സിലായി. എവിടെയാണ് ആർക്കും മനസ്സിലാവുള്ള. ആലുവയിൽ ഞങ്ങൾ ചുവരാന്ന് പറയും. ആ ഭാഗത്തേക്കാണ് ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത്. സോ കാണുമ്പോ എല്ലാവർക്കും മനസ്സിലായി, കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി ആലുവക്കാരെ മനസ്സിലായി കഴിഞ്ഞ്. അതിനു മുമ്പ് ആർക്കും അറിഞ്ഞൂടായിരുന്നു എനിക്ക് തോന്നുന്നത് എന്തായാലും. സോ പിന്നെ അതിൽ തന്നെ ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അവരുടെ ഫേവറേറ്റ് ഐസ്ക്രീം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് കളർ ആയിട്ട് ഡ്രസ് ചെയ്താന്ന് വെച്ചിട്ടുണ്ട്. ആ ഫേവറേറ്റ് ഐസ്ക്രീം എന്റെ ഏതാ? ഫേവറേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടം. എനിക്ക് പിസ്ത, സ്ട്രോബെറി അതൊക്കെ എന്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് സ്ട്രോബെറി അത്ര ഇഷ്ടമില്ല. ചോക്ലേറ്റ് ഇഷ്ടം. എനിക്ക് വാനില അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫേവറേറ്റ് കളർ നമ്മൾ പറയുമ്പോൾ നമുക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമാണ്. എന്നാലും ഞാൻ മിക്കവാറും എടുത്തു വരുമ്പോൾ റെഡ് ഒക്കെയാവും. റെഡ് വൈറ്റ് കോമ്പിനേഷൻ എനിക്ക് എപ്പോഴും വരാറുണ്ട്. ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും ഞാൻ എപ്പോഴും എടുത്തു വരുമ്പോൾ വരാറ്. ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് നോർമലി എല്ലാ ഡ്രസ്സും ഇഷ്ടം. പിന്നെ കുർത്തി, ജീൻസ്, ആ ടോപ്പ് അതൊക്കെയാണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സുദീന അലി. ഹായ് സുദീന അലി. സുദീന അലിയുടെ ഐഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ നെയിം ഐഷ എന്നാണ്. ഹായ് ഐഷ പ്ലീസ്. പിന്നെ ഈസയുടെ ഫേവറേറ്റ് കളർ എന്താണോ? ഈസയുടെ ഫാനാണ്. ഈസയുടെ ഫേവറേറ്റ് കളർ എന്താണ്? പിങ്ക് ആണ് ഫേവറേറ്റ് കളർ. പിങ്ക് ആണ്. ഇസക്കും ഇഷ്ടമാണ്. പിങ്ക് പിങ്ക് ആണ് ഇഷ്ടം. ഇസ നമ്മുടെ നേരത്തെ പറഞ്ഞായിരുന്നു പിന്നെ അങ്ങനെ പറഞ്ഞ ഇസക്ക് കമന്റ് ചെയ്തിട്ട് ഇസ ഞാൻ വരാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ ഇല്ല ഇസ വരണ്ട ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇസക്ക് ഏതാ ഫേവറേറ്റ് കളർ? പിങ്ക് ആണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അടുത്തത് നൗഫിയോട് ചോദിച്ചേക്കുന്നത് 2 ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾ പഠിച്ചതൊക്കെ എവിടെയാണ്? അതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ വീഡിയോയിൽ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഉൾപ്പെടുത്താൻ പാടില്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ പഠിച്ചത് എവിടെയാണ്? നീ സ്റ്റാർട്ട് ചെയ്തു. പഠിച്ചത് 10th വരെ പഠിച്ചത് സെന്റ് ഫ്രാൻസിസിലാണ്. +1 and +2 പഠിച്ചത് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലുവ. സെന്റ് ഫ്രാൻസിസ് ആലുവയിലോട്ടോ. സെന്റ് ഫ്രാൻസിസിൽ ഒത്തിരി സ്റ്റുഡൻസ് ഉള്ള ഒരു സ്കൂളാണ്. പിന്നെ ഡിഗ്രി ചെയ്തത് ഞാൻ തുരുമദാസ് കോളേജിലാണ് ആലുവയില്. പിന്നെ ഞാൻ PG ചെയ്തത് MES കോളേജിലാണ് ഞാൻ ചെയ്തത് എടത്തല. സോ ഞങ്ങൾ ഫുള്ള് ആലുവ ബേസ്ഡ് ആണ്. അപ്പൊ എന്റെ കാര്യം ഞാൻ പറയും, ഞാൻ 10th വരെ പഠിച്ചത് സെന്റ് ഫ്രാൻസിസ് സെയിം സ്കൂളായിരുന്നു. പിന്നെ പ്ലസ് ബോയ്സിലായിരുന്നു. സെയിം സ്കൂൾ ആലുവ ബേസ്ഡ് ആണ്. പിന്നെ ഞാൻ ഡിഗ്രി ചെയ്ത് നമ്മുടെ സ്വന്തം എൽഎംഎൻ കോളേജിലായിരുന്നു. പിന്നെ PG ചെയ്ത് നമ്മുടെ പ്രേമം സീൻമയിൽ ഹിറ്റായ നമ്മുടെ UC കോളേജ്, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവ. അതാണ് ഞാൻ പഠിച്ച കോളേജ് എന്ന് പറയുന്നത്. PG ആലുവ ബേസ്ഡ് ആണ്. പുറത്തേക്കൊന്നും പോയി ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൗഫില വീഡിയോയിൽ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഉൾപ്പെടുത്താൻ പാടില്ലേ? നമുക്ക് താല്പര്യമുണ്ട്. അവരൊക്കെ കസിൻസിനൊക്കെ പലപ്പോഴും വിളിക്കാറുണ്ട്, വാ നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ ഒരു മടിയാണ് സത്യം. അതവർക്ക് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സും അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് പിള്ളേർക്ക് മടിയുണ്ട്, ബുദ്ധിമുട്ട്. അവര് വരുന്നില്ലെങ്കിലും കട്ട സപ്പോർട്ടാണ്. നമ്മുടെ കസിൻസ് ഭയങ്കര സപ്പോർട്ടാണ്. എപ്പോഴും സ്റ്റാറ്റസ് അവരാണ് സ്റ്റാറ്റസ് ഉണ്ട്. ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെയാണ് അവര്. അപ്പൊ വന്നേ ഇൻഷാല്ലാ നമ്മ അവര് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്തത് ഹിബ റഹ്മത്ത്. ഫേവറേറ്റ് ഫുഡ്, ആക്ടേഴ്സ്, ഡ്രസ്സസ് ആൻഡ് ഫീലിംഗ്. ഹിബ റഹ്മത്ത്. ഹായ് ഹിബ റഹ്മത്ത്. ഫേവറേറ്റ് ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് കൂടുതൽ നോൺ വെജ്. എനിക്ക് നോൺ വെജാണ് ഇഷ്ടം. വെജിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ വെജ് മാത്രം കിട്ടുന്ന സ്ഥലത്തൊന്നും ഇങ്ങനെ വെജ് ഇഷ്ടപ്പെടും. അത് മസാല ദോശ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇഷ്ടം. പിന്നെ സദ്യ, നല്ല സദ്യ എസ്പെഷ്യലി പാലട. പ്രത്യേകിച്ച് നമുക്ക് കല്യാണത്തിന് പോയ സദ്യ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇപ്പുറത്തെ ബിരിയാണി വിളമ്പുമ്പോ നമുക്ക് സഹിക്കൂല. അപ്പൊ നമ്മൾ പോയി അവിടെ കഴിക്കാം. അപ്പൊ അവിടെ കഴിച്ചു പോയോ ബിരിയാണി കഴിക്കാൻ സദ്യ കഴിച്ചാൽ മതി. അതൊരു മൈൻഡാണ് നമുക്ക്. പിന്നെ അടുത്തത് നമ്മുടെ നെക്സ്റ്റ് ആണ് അതിനുള്ള കഴിഞ്ഞിട്ടില്ല. ആക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഇല്ല നമ്മ മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം.
ഒരാൾക്ക് ഭയങ്കര ഫാനായിരുന്നു പ്രത്യേകിച്ച്. പിന്നെ നമ്മുടെ അല്ലു അർജുനോ എന്റെ മുന്നേ ഒരു ഭയങ്കര ഫാനായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഓൾറെഡി പറഞ്ഞായിരുന്നു ജീൻസ് ടോപ്പൊക്കെ മെയിനായിട്ട് നമ്മ എടുക്കാറ്. നമുക്ക് കംഫർട്ട് ആയിട്ടുള്ളതെല്ലാം നമ്മൾ ഇടും മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനെയാണ്. ഫിലിം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഫിലിംസും ഇഷ്ടമാണ്. എസ്പെഷ്യലി ലവ് സ്റ്റോറീസ് ഇഷ്ടമാണ്, കോമഡി ഫിലിംസ് ഇഷ്ടമാണ്, അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. എല്ലാ ഫിലിംസും കാണാം. നമ്മ പിന്നെ വെറുതെ ഇന്ന് ബോറടിക്കുമ്പോ പിന്നെ കിട്ടുന്നതൊക്കെ കാണാം. അങ്ങനെയൊന്നും പിന്നെ ഫാമിലിനെ കുറിച്ച് പറയാമോ? ഫാമിലിനെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. ഫാമിലി എന്താണ് പറഞ്ഞതൊക്കെ തന്നെ. ഇവള് എന്റെ താത്ത, ഞാൻ അനിയത്തി, പിന്നെ വാപ്പച്ചി ഉണ്ട്, ഉമ്മച്ചിയുണ്ട്, പിന്നെ ഞങ്ങൾക്ക് 2 മക്കൾ. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല. കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മ മാക്സിമം അവരെ ഉൾപ്പെടുത്താൻ പറ്റുമ്പോ ഉൾപ്പെടുത്താം. അവർക്കൊക്കെ താല്പര്യം വരുമ്പോ നമ്മൾ ഉൾപ്പെടുത്താണ്. ഇനി അടുത്തത് നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ആരാണ്? നമുക്ക് ഫേവറേറ്റ് യൂട്യൂബേഴ്സും മല്ലു ട്രാവലേഴ്സിന് ഇഷ്ടമാണ്. പിന്നെ മല്ലു ട്രാവലർ, പിന്നെ ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ. ഒത്തിരി പേര് നമുക്ക് ഇഷ്ടമാണ്. മല്ലു ട്രാവലറിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് കാരണം പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് മല്ലു ട്രാവലർ അത് കാണാറുണ്ട്. പിന്നെ അവരുടെ വ്ളോഗ്സ് ഒക്കെ കാണാറുണ്ട്. പിന്നെ ഞാൻ കൊറേ കുക്കിംഗ് വീഡിയോസ് ഞാൻ കാണാറുണ്ട്. നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴാണല്ലോ. ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് കാണാറുണ്ട്. അല്ലാത്ത വീഡിയോ കൂടുതൽ കുക്കിംഗ് വീഡിയോസ് കാണാം. മറ്റതും ഇപ്പൊ ഈ ഞങ്ങൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് കൂടുതലും ഈ വീഡിയോസ് കണ്ടു തുടങ്ങിയത്. വ്ളോഗ്സ് അതും ഞാനും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ട് വ്ളോഗ്സ് ആണ്. അപ്പൊ പക്ഷേ നമുക്ക് ഭയങ്കര അടിപൊളി ഫാമിലിയാണ്. അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടമാണ്. അവരുടെയൊക്കെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ട്രാവലർ അതുപോലെ ഇവരുടെയൊക്കെ ഒരു അടിപൊളിയാണ്. അവരൊക്കെ അടിപൊളി. സുഹാനയുടെ കുക്കിംഗ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. മഷൂറയുടെ ഇസം മഷൂറയുടെ ഭയങ്കര ഫാനുണ്ട്. അത് ഇസം മഷൂറയുടെ കണ്ടതിന് അപ്പ ഇരുന്ന് കാണുന്ന ഒരാളാണ്. പിന്നെ അടുത്തത് സഫ്നാൻ ഷാഫിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കോളേജ് സ്റ്റോറീസ് ആൻഡ് മറക്കാനാവാത്തൊരു മൊമെന്റ് ഒന്ന് പറയാമോ? കോളേജ് സ്റ്റോറീസ് എന്ന് പറയുമ്പോ സത്യം പറഞ്ഞാ ഈ വീഡിയോ പോരാതെ വരും. നമുക്കൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും കോളേജ് സ്റ്റോറീസ് ഒക്കെ പറയണമെങ്കിൽ. എന്നാലും നീ ഫസ്റ്റ് പറ. എനിക്ക് അധികം മാത്രം സ്റ്റോറീസ് ഒന്നും ഇല്ല. എന്റെ സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് കുറച്ച് ഫുൾ ഡേ ക്ലാസ് ഉണ്ടായില്ല. അപ്പൊ ഉച്ചവരെ ക്ലാസ് ഉണ്ടായില്ല. PG-യിലാണ് ഞാൻ പിന്നെ കുറെ ഫുൾ ഡേ ക്ലാസ് എനിക്ക് ഉണ്ടായിരുന്നത്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി ചെയ്ത് അല്ലമില്ലായിരുന്നു. അല്ലം കോളേജിൽ എടുത്തലാം. സോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊളിയല്ലായിരുന്നു. ഞങ്ങൾ അടിച്ച് പൊളിക്കായിരുന്നു. നമ്മ ഒരു +2 ലെവൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കോളേജിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് നമ്മുടെ ഇത് കോളേജിൽ നിന്ന് അടിച്ച് പൊളിക്കണം എന്നൊക്കെ പറയില്ല. അതുപോലെ നമ്മൾ മാക്സിമം അടിച്ച് പൊളിച്ച് തകർത്തൊക്കെ വന്നേക്കുന്നതാണ് കോളേജിൽ. ഞങ്ങളുടെ ഒരു ടീമിന്റെ പേരൊക്കെ ഉണ്ടായിരുന്നു കോക്സ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞങ്ങൾ 9 സൈക്കോ ആയിട്ടുള്ള അങ്ങനെയൊന്നല്ലായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. മാക്സിമം കോളേജൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. പിന്നെ മറക്കാനാവാത്ത സംഭവം എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ തമ്മിൽ പിണക്കമൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഞങ്ങൾ മറക്കാനാവാത്ത വേറൊന്നല്ല. പിന്നെ വേറെ ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഒരു സ്ലോ പോലെ തന്നെ ഞങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ട്. കല്ലമ്മ കോളേജിൽ പ്രത്യേകിച്ച് അവിടെ അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്നുള്ള അവിടെ ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ലോപ്പ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഉണ്ട്. സോ അത് അങ്ങനെ കയറാനൊന്നും പറ്റൂല. പക്ഷെ ഞങ്ങൾ അത് കയറാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളുടെ HOD ഹക്കീം സാർ കൈയോടെ പൊക്കി. അതാണ് ഏറ്റവും മറക്കാനാവാത്ത സംഭവം. അപ്പം കൊണ്ടുപോയി ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ നിർത്തി ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങളുടെ സ്വന്തം മിസ് പറഞ്ഞു പിള്ളേർക്ക് ഹിമാലയം കയറുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ സാധ്യത. അതൊക്കെ നമുക്ക് മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമുക്ക് ഇനി അങ്ങനെ ഒരു വീഡിയോ ഞാൻ അടിപൊളി വേറൊന്നും ചെയ്യാണെങ്കിൽ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ അവരെന്നെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഒരു 3ാമത്തെ ഒരാളുണ്ട്. അപ്പൊ ആകെ മടിയാണ്ട് സത്യം പറഞ്ഞ വരെയൊന്നും ഇല്ല. എന്നാലും നമ്മൾ മാക്സിമം വരാൻ ശ്രമിക്കും. എന്തായാലും നമുക്ക് എന്തായാലും ഒരു പ്രാങ്ക് ഒക്കെ കൊടുത്ത് പുറത്താണ്. അപ്പൊ ആളാണ് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ സത്യം പറഞ്ഞാൽ. അതാണ് ആദ്യം ശരിക്കും വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളേക്ക് അയച്ചു കൊടുക്കും, അവിടെ നിന്ന് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മ സ്വന്തം ചെയ്തൊക്കെ തുടങ്ങി സത്യം പറഞ്ഞാൽ. ഇനി അടുത്തത് അവരുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1 question for Jess.
എനിക്കിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. പപ്സാണോ പഴംപൊരിയാണോ കൂടുതൽ ഇഷ്ടം? അഫ്കോഴ്സ് പപ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കുറെ പപ്സ് ഒക്കെ കോളേജിൽ പോയി കഴിച്ചിട്ടുണ്ട്. കുറെ പപ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹലോ ഡിയർ, ഞങ്ങൾ പറഞ്ഞു ചൊവ്വരയാണ് നമ്മുടെ സ്വന്തം സ്ഥലം. പിന്നെ ഒത്തിരി ഒരു ലിസ്റ്റ് ഉണ്ട്. ഷബന റിഹാന. ഹായ് ഷബന റിഹാന. നല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ വായിക്കാം. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എവിടെയാണ് സ്ഥലം? എറണാകുളം ജില്ലയിലും ആലുവയാണ്. ആലുവയില് ചോര അതാണ് നമ്മുടെ പ്ലേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1500 അടുത്ത സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉള്ളൂ. അപ്പോ സപ്പോർട്ട് ചെയ്യാ, ഫ്രണ്ട്സിനോടൊക്കെ പറയാ, ഷെയർ ചെയ്യാ. അപ്പൊ നമുക്ക് അപ്പൊ നമ്മളോട് നിങ്ങൾക്കുള്ള ഇഷ്ടമാണെന്ന് മനസ്സിലായി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ നമ്മൾ പറയാനായിട്ട്. ജോലി ഉണ്ടോ? ജോലിയില്ല. വീട്ടിൽ മാത്രമേ വീട്ടിൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് യൂട്യൂബ് വൺ ഓഫ് ദ അടിപൊളി പ്രൊഫഷൻ ആണ്. യൂട്യൂബ് ആണ് പ്രൊഫഷൻ, നമ്മുടെ പാഷൻ, നമ്മുടെ രസം. നമ്മൾ വീഡിയോ എടുത്തിരുമ്പോ നമുക്ക് ഒത്തിരി പേര് ഇങ്ങനെ കമന്റ്സ് ഒക്കെ ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഒത്തിരി പേര് മെസ്സേജ് ചെയ്യും കേട്ടോ. ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ച് റിപ്ലൈ ചോദിക്കും. നമുക്ക് ഭയങ്കര സന്തോഷം. മറ്റേ ബർത്ത്ഡേക്ക് ഷോപ്പിംഗ് പോയപ്പോ എന്നാ ബർത്ത്ഡേ വെച്ച് കൊറേ പേര് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് അതൊക്കെ കാണുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിബ്ലിങ്സ് വ്ളോഗ്സ് എന്ന് പേരിടാൻ കാരണം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. സിബ്ലിങ്സ് വ്ളോഗ്സ് പേരിടാൻ ഞങ്ങൾക്ക് രണ്ടുപേരും പേരിൽ തുടങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതാ കാരണം പറഞ്ഞാൽ എനിക്ക് എന്റെ പേരിടാൻ താല്പര്യമില്ല, എനിക്ക് വെറുതെ പേരിടാൻ താല്പര്യമില്ല. ചമ്മലാണ് അത്ര തന്നെ. അപ്പൊ നമ്മ സിസ്റ്റേഴ്സ് എന്നുള്ള മീനിങ് ആണ് സിബ്ലിങ്സ്. അപ്പൊ അങ്ങനെ നമ്മൾ സിബ്ലിങ്സ് വ്ളോഗ്സ് ആക്കി. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സിബ്ലിങ്സ് സ്കൗട്ട്സിലെ വീഡിയോസ് കാണാറുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തണം പ്ലീസ്, നിങ്ങളുടെ വീഡിയോസ് കൊള്ളാം. അപ്പൊ താങ്ക് യു. ഞങ്ങളുടെ വീഡിയോസ് എന്തായാലും കാണാം. ഷബന ക്വസ്റ്റ്യൻസ് എല്ലാം 5 ക്വസ്റ്റ്യൻ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. നല്ല വ്ളോഗ്സ് ആണ് അവരുടെ, നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഒരു മോളൊരു ക്വസ്റ്റ്യൻ ഇല്ല. SM എന്നാണുള്ളത്. Who would you like to be in your next life? എനിക്ക് എന്റെ ലൈഫിൽ നെക്സ്റ്റ് ലൈഫിലും ഇത് ഞാൻ തന്നെ ആയാൽ മതി. ഒരു ഹാപ്പി ഹ്യൂമൻ ബീങ് ആയാൽ മതി. നമുക്ക് നമ്മുടെ നല്ല സന്തോഷമുള്ള ലൈഫ് അത്രേ ഉള്ളൂ. നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആവാം. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി, മറ്റുള്ള നമ്മുടെ സന്തോഷങ്ങളുടെ പുറകെ പോലെ അത്രേ ഉള്ളൂ. Nesrin Nasser, which is your proud moment after starting YouTube channel? Proud എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ തന്നെയല്ലേ ഞങ്ങൾക്ക് പ്രൗഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓരോ കമന്റ്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, പ്രൗഡ് എന്നല്ല ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. മെസ്സേജസ് ആണെങ്കിലും കമന്റ്സ് ആണെങ്കിലും നമ്മളെ പറ്റി ചോദിക്കുമ്പോ ഭയങ്കര സന്തോഷം. കാരണം നമ്മ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോ ഇപ്പൊ ഒരു 100 പേരെങ്കിലും 100 പേര് കാണുമ്പോ 100 പേര് റിപ്ലൈ ചെയ്യുമ്പോ ഒരു 10 പേരെങ്കിലും റിപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ, അത് തന്നെ നമ്മുടെ പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഒത്തിരി ഹേറ്റേഴ്സ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം വേറെ ഒന്നല്ല, മീനിങ് അതാണ് അതിന്റെ മീനിങ്. കാരണം നമുക്ക് ഹേറ്റേഴ്സ് വരുമ്പോൾ ഹേറ്റേഴ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഗ്രോത്ത് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സോ വി ആർ ഹാപ്പി. അതൊക്കെ നമ്മുടെ പ്രൗഡ് മൊമെന്റ്. മൈൻഡ് ചെയ്യാറില്ല. അത് പിന്നെ ആരും മൈൻഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഇത് ഇസ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇസ അല്ലമിൻ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ അല്ലമിൻ കോളേജിലായിരുന്നു, അവൾ അല്ലമിൻ സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ വേറെ ക്വസ്റ്റ്യൻ, വീഡിയോ ആരാണ് പിടിച്ചു തരുന്നത്? ട്രൈപോഡാണ് പിടിച്ചു. ട്രൈപോഡ് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത്, നമ്മൾ പിടിച്ചു തരില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഹന്തി ഏതാണ്? ഞങ്ങൾ ഇതായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. യൂസ് ചെയ്യുന്നു. ഞങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, മുസ്ലിംസിന് പ്രത്യേകമായി നെയിൽ പോളിഷ് ഉണ്ടോ എന്ന് ചോദിച്ചു. നെയിൽ പോളിഷ് അല്ലാതെ ബ്ലാക്ക് ഹെന്നയാണ്. നെയിൽ പോളിഷ് ഒന്നും ഇല്ലാട്ടോ നമുക്ക്. ബ്ലാക്ക് ഹെന്ന ഞങ്ങളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ വാങ്ങിച്ചാണ്. നല്ല ഹെന്ന ഇട്ടത്. ഇനി അടുത്തത് ഇത് കണ്ടിട്ട് പക്ഷെ 1-2 പേര് വാങ്ങിച്ചിട്ട് അവരുടെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് പേര് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അങ്ങനെ കണ്ട് വാങ്ങിച്ചിട്ടുണ്ട്.
പിന്നെ അടുത്തത് അൽഫിന അഷ്റഫ് എൻഗേജ്ഡ് ആണ് രണ്ടാളും. നമ്മൾ അത് ഓൾറെഡി പറഞ്ഞായിരുന്നു. അൽഫിന നമ്മൾ ഓൾറെഡി പറയുന്നത്. ഹായ് അൽഫിന എന്തായാലും. പിന്നെ അടുത്തത് ഒരു ഹായ് പറയാമോ ഫൈഹ. ഹായ് ഫൈഹ. ഹായ്. ഒരുപാട് ഹായ് ഉണ്ട്. ഒരു ഹായിൽ ഒരുപാട് ഹായ് ഉണ്ട് ഫൈഹക്ക്. സോന പൊന്നു ഡേ ലൈഫ് ചെയ്യോ? ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യുന്നത്. ഡേ ലൈഫ് ചെയ്യോ? ഡേ ലൈഫ് ചെയ്യോ? Q&A ചെയ്യുമെന്നാണ് മെയിൻ ആയിട്ട് ഈ ഡേ ലൈഫ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഡേ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ടൈം അത് കാണിക്കും. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ പിടിക്കുന്നതിന് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ടൈം ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ സൈഡിൽ നമ്മ ആ ഒരു ടൈം കണ്ടെത്താൻ ഭയങ്കര ഒരു ഇച്ചിരി പാടാണ്. നമ്മൾ എന്തായാലും ചെയ്യും. സെറ്റ് ആവട്ടെ എന്ന് ഓർത്ത് എന്തായാലും എത്രയും കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഒന്നുകൂടി തന്നെ ഞങ്ങളുടെ ചാനലായിട്ട് ഞങ്ങൾ ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ എന്തായാലും നമ്മ ഇൻഷാല്ലാ ചെയ്യുന്നതായിരിക്കും. സോന പൊന്നോ അപ്പൊ എന്തായാലും ചെയ്യാം. പിന്നെ ഹൂറുൽ ഹിസാന നിങ്ങളുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ബിക്കോസ് അത് നമുക്ക് കാണാൻ കഴിയില്ല. അതാ ചോദിച്ചത്. ഹൂറുൽ ഹിസാന ഹൂറുൽ ഹിസാന നമ്മ അത് ഹൈഡ് ചെയ്തിട്ടേക്കാണ്ട്. അതാണ് അടുത്ത സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഫ്രണ്ട്സിനോടൊക്കെ പറയാം. അപ്പൊ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മാറ്റിയിടുന്നതായിരിക്കുന്നത് കേട്ടോ. പിന്നെ ഷംലാനി സാർ രണ്ടുപേർക്കും പോകാൻ ഇഷ്ടമുള്ള സ്ഥലം. എനിക്കൊരു ഹായ് തരാമോ? നെസ്നീൻ. ഈ നമ്മ ഈ പേര് വായിക്കുന്നതൊക്കെ ആ യൂട്യൂബിന്റെ ഇതിലുള്ള പേരാണ്ട് നമ്മൾ വായിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ മെസ്സേജ് ചെയ്ത കുട്ടി നെസ്നീനാണ് മെസ്സേജ് അയച്ചത്. പോകാൻ ഇഷ്ടമുള്ള സ്ഥലം നമ്മൾ നേരത്തെ അതിങ്ങനെ നെസ്നീന് ഹായ് നെസ്നീൻ. എല്ലാവർക്കും ഒരു ഹായ് അല്ല കുറെ ഹായ് ഉണ്ടല്ലോ. രണ്ടുപേർക്കും പോകാൻ ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് മഞ്ഞക്കുള്ള സ്ഥലത്ത് പോയി മണാലി പോലുള്ള സ്ഥലങ്ങളൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്തൊക്കെ പറയില്ല അതുപോലുള്ള സ്ഥലങ്ങൾ നമുക്ക് ചെറിയ ചെറിയ മണാലി സ്ഥലങ്ങൾ. മൂന്നാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് തൊട്ട് ഏറ്റവും പോകാൻ എളുപ്പമുള്ള സ്ഥലം മൂന്നാറാണ്. അടുത്തുള്ളത് അതൊക്കെയാണ്. പിന്നെ അടുത്തത് ഈസ. നിങ്ങളുടെ ആരാണ്? ഇനി അടുത്തത് മറിയം ദിയ. മറിയം ദിയ നിങ്ങളുടെ ആരാണ്? മറിയം ദിയ നമ്മ ഓൾറെഡി പറഞ്ഞായിരുന്നു. മോൻ ഇതാ എന്റെ മോളാണ്. നിങ്ങൾ രണ്ടാളും ഒറ്റക്കാണ് പുറത്ത് പോകാറും? അതെ, ഇപ്പോൾ നമ്മൾ ഒറ്റക്കാണ് പുറത്ത് പോകും. കാരണം ഇപ്പൊ നമുക്ക് കൊറോണ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആരും പുറത്തും കൊണ്ടാറില്ല. ഞങ്ങൾ രണ്ടിനും മാത്രമേ പോകാറുള്ളൂ. പോയി എനിക്കൊന്ന് ചിലപ്പോൾ പറയുന്നത് ചോദിക്കും. കാരണം നമ്മൾ വീഡിയോ ഒക്കെ പുറത്ത് എടുക്കുന്നത് അപ്പൊ ആരും ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മ ഭയങ്കര വിഷമമാണ്. ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്തവരുണ്ടാവും. നമ്മ അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുവരുന്നല്ലോ. നമ്മ ഒറ്റക്കാണ് പോകാറ്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പോരും. നിങ്ങളുടെ പാരന്റ്സ് എവിടെയാണ്? ഞങ്ങളുടെ പാരന്റ്സ് വീട്ടിൽ തന്നെ. പിന്നെ പറയുന്നേക്ക് ഒരു അടിപൊളി ക്യാഷ് കിട്ടിയാൽ എന്താണ് ചെയ്യുക? ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ടോ? ചുമ്മാ പറഞ്ഞിട്ടുണ്ടാ. നമുക്ക് എന്തായാലും ആ ലെവലൊന്നും എത്തിയിട്ടൊന്നുമില്ല പറയുന്നത്. നമ്മ എന്തായാലും എത്തിയിട്ട് ഇൻഷാല്ലാ നമ്മ പറയുന്നതായിരിക്കും. പിന്നെ മറിയുന്ന ഒരു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മറിയുന്നയുടെ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാഷ് കിട്ടിയാൽ എന്താ ചെയ്യാ? അത് അടിപൊളി ക്വസ്റ്റ്യാണ് മറിയുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ട് നമ്മ ഇൻഷാല്ലാ അത് പറയുക. അപ്പൊ ക്യാഷ് കിട്ടി തരുമ്പോൾ നമുക്ക് എന്തായാലും അറിയിക്കും. പിന്നെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ Q&A കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജുവേരിയ CJ. നിങ്ങളുടെ രണ്ടുപേരുടെയും ക്വാളിഫിക്കേഷൻ എന്താണ്? ഞങ്ങൾ ഫസ്റ്റ് ഗ്രാജുവേഷൻ, ഞങ്ങളുടെ PG കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ. അതിൽ കൂടുതൽ ക്വാളിഫിക്കേഷൻ. അപ്പോ ഇത്രയൊക്കെയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ്. എന്തായാലും നമ്മുടെ ഇന്ന് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെ ക്വസ്റ്റ്യൻസ് ഇഷ്ടമായി എനിക്ക്. പക്ഷെ നമ്മളോട് ഞങ്ങളോട് പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെല്ലാം നിങ്ങൾ ഇതിലൂടെ ചോദിച്ചിട്ടൊന്ന് മനസ്സിലായി. ഇപ്പൊ ഏകദേശം നമ്മളെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു നെക്സ്റ്റ് Q&A കുറച്ചൊക്കെ കഴിയുമ്പോൾ ചെയ്യാം. അപ്പൊ ഇൻഷാല്ലാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മളൊക്കെ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ
നമ്മളത് സപ്പോർട്ട് ചെയ്യില്ല, മാക്സിമം സപ്പോർട്ട് ചെയ്യില്ല ഫ്രണ്ട്സിനും എല്ലാവർക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഹൈഡ് ഒക്കെ നമ്മൾ മാറ്റിയിടുന്നതായിരിക്കും. അപ്പൊ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റും ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്കും ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.